എന്താ മക്കളെ? അമ്മയെ കൊണ്ടുപോയി കുറെ നേരമല്ല അച്ഛാ, ഒന്നും പറഞ്ഞില്ലല്ലോ ഡോക്ടർ. അച്ഛൻ ചോദിച്ചിട്ട് വാച്ചാ, ചോദിക്കച്ചാ. മക്കളെ കരയില്ല, അമ്മയ്ക്ക് ഒന്നുമില്ല. മക്കളെ കരയില്ലേ, അമ്മയ്ക്ക് ഒന്നുമില്ല. ഇല്ല, എന്റെ അമ്മയ്ക്ക് എന്തോ ഉണ്ട്. ഇത്ര നേരം ഡോക്ടർ ഒന്നും പറഞ്ഞില്ലല്ലോ. ആ ചേച്ചി, ഇതോ ഡോക്ടർ വരുന്നു. എടി ചിത്രേ, കരയിലടി, ആന്റിക്ക് ഒന്നുമില്ല. പിന്നെ എന്താ ഡോക്ടർ തിരിച്ചു വരാത്തത്? അതിനകത്ത് ഒരുപാട് പേഷ്യന്റ് ഇല്ലേ, അവരൊക്കെ നോക്കിയിട്ടേ ഡോക്ടർ തിരിച്ചു വരത്തുള്ളൂ. ആ സീതയുടെ ബൈസ്റ്റാൻഡർ അല്ലേ? അതെ ഡോക്ടർ. ഡോക്ടറെ, എന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടറെ? ആ മോളുടെ അമ്മയാണോ? അതെ ഡോക്ടറെ, എന്റെയും ചേച്ചിയുടെ അമ്മയാ. മക്കളെന്തിനാ കരയുന്നേ? അമ്മയെ കാണാത്തോണ്ട്. അമ്മയെ ഒന്ന് കാണിച്ചു തരോ ഡോക്ടർ? അതിനെന്താ, നമുക്ക് അമ്മയെ കാണാൻ പോവാലോ. ഡോക്ടർ, സീതയ്ക്ക് എന്താ വിഷയം? ആ സീതയ്ക്ക് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്താ ഡോക്ടർ? മക്കളിക്ക് വന്നേ, ആദ്യം ഈ കരച്ചിലൊക്കെ ഒന്ന് നിർത്തിയേ. ആ മോളുടെ പേരെന്താ? എന്റെ പേര് ചിത്ര, ചേച്ചിയുടെ പേര് വർഷ. ആ നല്ല പേരാണല്ലോ. മോൾക്ക് അനിയനെയാണോ ഇഷ്ടം, അനിയത്തിയാണോ ഇഷ്ടം? എനിക്ക് അനിയൻ ഭാവിയാ ഇഷ്ടം. എന്താ ഡോക്ടർ? ഡോക്ടർ, സീതയ്ക്ക് എന്താ പറ്റിയെന്നൊന്ന് പറയൂ ഡോക്ടർ. പേടിക്കാനൊന്നുമില്ല, സന്തോഷ വാർത്തയാ. സന്തോഷ വാർത്തയോ? എന്താ ഡോക്ടർ? സീത പ്രഗ്നന്റ് ആണ്. പ്രഗ്നന്റോ? അതെ, പ്രഗ്നന്റാ. ഡോക്ടർ, അമ്മയെ ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ? അതിനെന്താ, എല്ലാവരും കയറി കണ്ടോളൂ, അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിനെ ഡിസ്ചാർജ് ചെയ്ത് പോവാം കേട്ടോ. ആ കുറച്ച് മരുന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അത് ഫാർമസിയിൽ നിന്ന് വാങ്ങണം കേട്ടോ. ഓക്കെ ഡോക്ടർ. ആ മക്കളെ, ഇപ്പൊ സന്തോഷായില്ലേ? സന്തോഷായി. അച്ഛാ അച്ഛാ അച്ഛാ, നമുക്ക് അമ്മയെ കാണാൻ പോവാ അച്ഛാ. വലിയ പാടാ, നമുക്ക് സീതയെ കണ്ടിട്ട് വരാം. ആ ശരി ചേച്ചി. ആന്റി വരുന്നില്ല അമ്മയെ കാണാൻ? വരാം മക്കളെ, എല്ലാരും വാ. എല്ലാരും പോയിട്ട് വരാം. എടി എല്ലാരും വാ, നമുക്ക് പോയിട്ട് വരാം മുഖത്തോട്ട്. അയ്യോ, എല്ലാവരുടെ കഴുത്തിൽ വിടാൻ പറ്റത്തില്ല മാഡം. ഒന്ന് രണ്ട് പേര് വേറെ പോയി കണ്ടോളൂ. മേഡം, മനു നീ പിള്ളേരുടെ കയറി കാണാം, പിന്നെ നമ്മളെ കയറി കാണാം. ആ ശരി ചേച്ചി. വാ മനേട്ടാ, മക്കളെവിടെ? ഇങ്ങോട്ടുണ്ടമ്മ. മക്കളെ ഇങ്ങ് വാ. വേണ്ട നീ എണീക്കട, കിടക്ക്. കുഴപ്പമില്ല മനേട്ടാ. അമ്മയുടെ വയറ്റിൽ ആൺവാവയാണോ പെൺവാവയാണോ? കുട്ടികളെ കൂടുതലോടെ നിർത്തരുത് കേട്ടോ. ആ മക്കളെ, നിങ്ങൾ രണ്ടു വെളിയറി നിന്നോ, അച്ഛൻ ഇപ്പൊ വരാം. ഞാൻ ഒരുപാട് പേടിച്ചു പോയിടി. എന്താ ഇപ്പൊ സന്തോഷായില്ലേ? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാ ഞാൻ ഇവിടെ. മനേട്ടാ, ഇങ്ങനെ ഡിസ്ചാർജ് ആവത്തില്ലേ? ആ ഡോക്ടർ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്ത് കുറച്ച് മരുന്ന് ഫാർമസിയിൽ നിന്ന് വാങ്ങാറുണ്ട്, ഞാൻ പോയി വാങ്ങിട്ട് വരാം കേട്ടോ. മനു, നിങ്ങൾ എന്തിനാ നാട്ടിൽ പോവാണോ? ഓ, നിങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടാക്കിട്ട് പോവാന്നാ വിചാരിക്കണേ ചേച്ചി, എനിക്ക് ജോലിക്ക് പോണ്ടേ. വെക്കേഷൻ അല്ലേ ചേച്ചിയും പിള്ളേരും അമ്മയെല്ലാം അങ്ങോ നിൽക്കി. ആ സീത പറഞ്ഞത് ഐഡിയ ആണ് ചേച്ചി, എല്ലാവരും വരി, കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാം നമുക്ക്. എന്താടി പിന്നെ നീ ഒന്നും പറഞ്ഞില്ലല്ലോ. നമുക്ക് നിന്നാലോ കുറച്ച് ദിവസം? എന്തായാലും പിള്ളേർക്ക് വെക്കേഷൻ അല്ലേ? ആ പോവാ ചേച്ചി, അമ്മയുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. നമുക്ക് ഒരു കാര്യം വീട്ടിൽ ഇറങ്ങി അമ്മയെ എടുത്ത് നിങ്ങളെ ഡ്രസ്സ് എല്ലാം എടുത്തോണ്ട് പോവാം. എന്ത് അങ്ങനെയല്ലേ? ഓ അങ്ങനെ മതിയടാ, പിള്ളേരുടെ ഡ്രസ്സൊക്കെ എടുക്കണമല്ലോ എല്ലാവരുടെ. കുറെ നേരം ആയാലും ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു, ഇതുവരെയും കണ്ടില്ലല്ലോ. ഈ മുട്ടുവേദന കാരണം ഒരിടത്തും ഇറങ്ങി പോവാൻ നിവർത്തിയില്ലല്ലോ. ആ പിള്ളേർ വന്നെന്നാ തോന്നുന്നത്. അമ്മേ, ആ അതാ പറഞ്ഞ മക്കളെ. ആ മോളെ, ഇപ്പൊ തലകറക്കം എങ്ങനെ ഉണ്ട്? അമ്മേ എനിക്ക് അധിക ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ല അമ്മേ, ജോലിക്ക് പോകണ്ടേ അമ്മേ. അമ്മ ഒരു കാര്യം ചെയ്യാം, അമ്മയും ചേച്ചി എല്ലാവരും നമുക്ക് അങ്ങോട്ട് നിൽക്കാം, കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ, വെക്കേഷൻ അല്ലേ പിള്ളേർക്കൊക്കെ. ആ ഏതായാലും ഡിസ്ചാർജ് ചെയ്ത് വന്നതല്ലേ ഉള്ളൂ, ഇന്ന് ഇവിടെ കിടക്ക്, നാളെ പോവാം എല്ലാവർക്കും കൂടെ. അതെ വരേട്ടാ, നമുക്ക് നാളെ പോവാം. ഇനി എനിക്ക് യാത്ര ചെയ്യാനൊന്നും വയ്യ. മോള് കിടക്ക് വിടാ. മോളെ ഇത് താഴെ അറിയിക്കേ, അമ്മ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. കുഴപ്പമില്ല അമ്മ, അവിടെ നിന്നോട്ടെ. ഞാൻ കുറച്ച് കാപ്പി എടുത്തോണ്ട് വരാം. ആ ശരി അമ്മ. അമ്മ എന്താ മക്കളെ, ആശുപത്രി ചോദിച്ച ക്വസ്റ്റ്യൻ അമ്മ ആൻസർ പറഞ്ഞില്ലല്ലോ. ആഹാ, നീ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത് അമ്മേടെ അടുത്ത്? അമ്മയുടെ വയറ്റിൽ കിടക്കുന്നത് കുഞ്ഞാവ ആണപ്പിയാണോ പെണ്ണപ്പിയാണോന്ന്. നിനക്ക് ഏതാ ആവശ്യം? എനിക്കൊരു ആൺകുട്ടിയെ വേണം. അമ്പടി പുളിസോ, നീ മാത്രം കുറപ്പിച്ചാൽ മതി ആൺകുട്ടിയാണോന്ന്. ചേച്ചിയാണോ തീരുമാനിക്കുന്നത്? ആ ചില കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കേണ്ടി വരും. എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ വഴക്കുണ്ടാക്കാതെ. ഇവിടെയല്ലേ അമ്മ വഴക്ക് വന്നത്? ഈ പിള്ളേരുടെ ഒരു കാര്യം. ആ സീതേ, കുറച്ച് മരുന്ന് കിട്ടാനുണ്ട്, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. ആ ശരി മനേട്ടാ. ചേച്ചി ചോക്ലേറ്റ് ഇവിടെ വാങ്ങിക്കണേ. നിനക്ക് മാത്രം വാങ്ങിച്ചാൽ മതി. ചോക്ലേറ്റ് ഇവിടെ എത്ര പിള്ളേരുണ്ട്, എല്ലാവർക്കും വാങ്ങി മനേട്ടാ. ചേച്ചി ഡയറി മിൽക്ക് മതിയേ. ആ ഡീ, നിനക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണോ കഴിക്കേ? ഇപ്പൊ ഒന്നും വേണ്ട മനേട്ടാ. അമ്മേ, അമ്മ ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ മതിയേ. എങ്കിലും എനിക്ക് ആ കുട്ടനെ എടുത്ത് വളർത്തി നല്ല കുട്ടനാക്കി എടുക്കാൻ പറ്റും. അമ്മ നല്ലൊരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പ്രസവിക്കണം കേട്ടോ അമ്മേ. എങ്കിലും എനിക്ക് നല്ലൊരു അനിയത്തി കിട്ടോളൂ. അപ്പൊ ചേച്ചി അനിയത്തി അല്ലേ? പക്ഷെ നീ ഒരു അനുസരണം ഇല്ലാത്ത അനിയത്തി ആയിപ്പോയി. ഇനി അമ്മ പ്രസവിക്കുന്ന കൊച്ചിനെങ്കിലും എനിക്ക് നന്നായിട്ട് നല്ല സ്വഭാവത്തിൽ വളർത്തിയെടുക്കണം. കയ്യിലൊന്നും വാങ്ങിച്ചോണ്ടല്ല, ചേച്ചിയാണ് വളർത്താൻ പോണത്. ചേച്ചിയുടെ ഒരു രോഗ ഫ്രോഡാണ്. മേടിക്കും. നിങ്ങൾ വഴക്കുണ്ടാക്കാതെ. ദൈവമേ, എനിക്ക് ഇതിനേക്കാളും നല്ലൊരു അനിയത്തി എനിക്ക് തരണേ. അമ്മ പാറ ആൺവാവയാണോ പെൺവാവയാണോ? മക്കളെ ഇപ്പോഴൊന്നും അറിയാൻ പറ്റില്ല. സ്കാനിങ് ഒക്കെ ചെയ്തെങ്കിലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. സ്കാനിങ് അതൊക്കെ എന്തൊരു സംഭവം, അതൊന്നും അറിയുന്നത്. ഈ പൊട്ടിയെ കൊണ്ട് വയ്യ. പക്ഷെ ഒന്ന് ആരുടെ ചുമ്മാ വെച്ചേ. ചേച്ചി അടുത്തല്ലേ ചോദിച്ചത്, അമ്മയുടെ അടുത്തല്ലേ ചോദിച്ചത്. അമ്മ ഈ വയ്യാതെ കണ്ടോടെ, പിന്നെ നീ അമ്മയുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണം. എന്തിനി? പെൺവാവയില് നിങ്ങൾ രണ്ടുപേരും കൂടെ നോക്കണം കേട്ടാ. നിനക്ക് തരൂല നോക്കാൻ. നീ തരണം, എനിക്ക് എടുത്തോണ്ടൊക്കെ അറിയാം. അമ്മ കുഞ്ഞാവരെ തൊട്ടിൽ ഞാൻ കാട്ടി കൊടുക്കാം. അമ്മ അതിന് കാട്ട അറിയാമോ? കൊച്ചിന്റെ തല കൊണ്ട് ചെവി കൊണ്ട് ഇടിക്കാനല്ലേ ഇതിനൊക്കെ അറിയാവൂ. അമ്മ കുറച്ചേരം ഉറങ്ങിക്കോട്ടെ. നിങ്ങൾ രണ്ടും കൂടെ വെളിയിൽ പോയേ.
പറ്റി ചേച്ചി സത്യമാണോ ഈ കാര്യങ്ങളൊക്കെ? ഓടി സത്യമാണോ? ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. മനോട്ടനാണ് എന്നോട് പറഞ്ഞതൊക്കെ. ആ മനു പറഞ്ഞെങ്കിൽ സത്യമായിരിക്കും. എന്തോ അമ്മ എല്ലാവരും കൂടെ ചിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാവണ പ്രായത്തിൽ എങ്ങനെയാ മനസ്സിലാക്കി തരാം. ഇപ്പൊ അങ്ങോട്ട് പോയി കളിപ്പോ. ചേച്ചി അവിടെ ഒന്നും ചമ്മണ്ട. ഇവിടെ ആരും ചപ്പിയിട്ടൊന്നും ഇല്ല കേട്ടാ. ഇതിന്റെ അമ്മ വഴക്ക് പറഞ്ഞത് എന്ത്? അമ്മ വഴക്കം പറയും പലതും പറയും. നിനക്കെന്ത്? അമ്മി പോയതിനു ശേഷം അമ്മടെ കാണിക്കല്ലേ ചേച്ചി. അമ്മമ്മ ഐസ്ക്രീം വേണം. ആ മാമ ഇപ്പൊ വാങ്ങിച്ചോണ്ട് തരുമല്ലോ ഐസ്ക്രീം. കരയാതിരി. ചിപ്പ വേണം. ഈ കരയല്ലേ മാമ ഇപ്പൊ വാങ്ങിച്ചോണ്ട് തരും മക്കൾക്ക്. അമ്മ അച്ഛൻ അവിടെ പോയി അമ്മ ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരാൻ കുറെ നേരമായി. ഇപ്പൊ വരും മക്കളെ. ചേട്ടാ 11 ഐസ്ക്രീം വേണം കേട്ടോ. സ്ട്രോബെറിയുടെ ഐസ്ക്രീം എടുക്കട്ടെ ചേട്ടാ. ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം കേട്ടോ. ആ ശരി ശരി. മനു ഒരു ഐസ്ക്രീം കൊടുക്കടാ. മക്കളെ ഇന്ന് ഒരു ഐസ്ക്രീം എടുത്താലേ. ആ മാം പോയി വാങ്ങിച്ചോണ്ട് വരാം. ഐസ്ക്രീം എല്ലാവരും വെയിറ്റ് ചെയ്യും. ആ കിട്ടാത്തവർ ഇങ്ങോട്ട് വരി, ഐസ്ക്രീം തരാം. ഇതെന്താ മനോട്ടാ? സീതേശി പ്രഗ്നന്റ് സ്പെഷ്യൽ ഐസ്ക്രീമോ? അത് പോടി. സ്പെഷ്യൽ ഐസ്ക്രീം അതല്ല, അത് ഇത് തീർന്നതിനെ കൊണ്ട് അയാൾ വേറെ ഐറ്റം തന്നേ ഉള്ളൂ. അപ്പൊ സീതേന്റെ സ്പെഷ്യൽ ഐസ്ക്രീം എടുത്തോ. ഞാൻ പറഞ്ഞ സത്യമായില്ല. സീതേച്ചിക്ക് സ്പെഷ്യൽ ഐസ്ക്രീം. ആ മോളെ പക്ഷേ അമ്മയ്ക്ക് ആ ഫ്ലേവർ തന്നാ. അമ്മയ്ക്ക് ഈ ഫ്ലേവർ ഇഷ്ടമില്ല. ചേച്ചി ഐസ്ക്രീം കൂടി ഐസ്ക്രീം ആണല്ലോ. 2-3 ഫ്ലേവർ ഉണ്ടല്ലോ അതില്. അമ്മേ എന്തോ ചേർത്ത് വിളിക്കുന്നത്? അമ്മ എന്ത് പണി അമ്മ കാണിച്ചത്? നമുക്ക് ഒരു ഫ്ലേവർ, ചേച്ചിക്ക് 2 ഫ്ലേവറോ? അത് എനിക്ക് 2 ഫ്ലേവർ ഉണ്ടെന്നടി. മര്യാദയ്ക്ക് വഴക്കുണ്ടാക്കാതെ കഴിക്കുക ഐസ്ക്രീം. ഞാൻ തിന്നൂല. എനിക്ക് അതുപോലെ ഐസ്ക്രീം വേണം. എങ്കിലും ഞാൻ കഴിക്കോളൂ. ഇത് കഴിക്കാൻ വേണ്ടി അതുകൊണ്ട് തരാൻ കഴിച്ചോളാം. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഞാനടി കണ്ടോ എന്റെ 2 ഫ്ലേവർ ഐസ്ക്രീം? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അമ്മ എനിക്ക് ഫ്ലേവർ ഐസ്ക്രീം. എന്തൊരു ടേസ്റ്റ്. മക്കളെ അടി ഉണ്ടാക്കാതെ കഴിയും. പ്രതീക്ഷിക്കണ്ട. അമ്മ വാങ്ങിച്ചു താ അമ്മ ഐസ്ക്രീം എനിക്ക്. അത് നിന്റെ കൈ കൊണ്ട് കുടിച്ച് തീർക്കുന്നിട്ട് വേറെ വാങ്ങിക്കാം. എനിക്കിത് വേണ്ട അമ്മ. ഇങ്ങനെ താടി ചിത്രയെ വെറുതെ വാശി പിടിക്കണ്ട. നീ അത് കുടിക്കാൻ നോക്കാം അലിഞ്ഞു പോണതിന് മുമ്പ്. എടി അലിഞ്ഞു പോണതിന് മുമ്പ് ഐസ്ക്രീം നീ എനിക്ക് തന്നെ കുടിച്ചോളാം. നീ കുടിക്കണ്ടാടി. മക്കളെ എന്തോന്നാ മക്കളെ ഇങ്ങനെ കാണിക്കുന്നത്? നല്ല ഐസ്ക്രീം വേണ്ടി എനിക്ക് തന്നൂടെ ആയിരുന്നാടി. നിനക്ക് തരാടി. ചേച്ചി ഓടി രക്ഷപ്പെട്ടോ. ഗെയ്സ് ജീവനടി നാളെ കാണാം. രമേ രക്ഷിക്കണേ.